ശ്രേണികളെ കുറിച്ച് നമുക്കിപ്പോൾ കുറേയേറെ കാര്യങ്ങൾ അറിയാം. എന്താണ് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത വാചകം? എക്സ് എൻ സമം എ എൻ പ്ലസ് ബി. എ എന്ന് പറയുന്നത് എന്താണ്? പൊതുവ്യത്യാസവും ബി എന്ന് പറയുന്നത് ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കുന്നു. എന്തായിരിക്കും ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളിലെ തുക കാണാനുള്ള സൂത്രവാക്യം? സമകാണാനുള്ള ഫോർമുല എന്തായിരുന്നു? ഹാഫ് എ എൻ ഇൻറ്റു എൻ പ്ലസ് 1 പ്ലസ് എൻ ബി. ഇനി അതല്ല, ആദ്യ പദവും അവസാന പദവും നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം n/2 ഇൻറ്റു x1 പ്ലസ് xn. പിന്നീട് നമ്മൾ കണ്ടു തുടർച്ചയായ 3 പദങ്ങളുടെ പ്രത്യേകത. തുടർച്ചയായ 3 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? മധ്യപദത്തെ 3 കൊണ്ട് ഗുണിക്കുന്നതും തുടർച്ചയായ 5 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് മധ്യപദത്തെ 5 കൊണ്ട് ഗുണിക്കുന്നതുമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ തുടർച്ചയായ 4 പദങ്ങളുടെ പ്രത്യേകതകളും കണ്ടു. എന്തായിരുന്നു ആ 4 പദങ്ങളുടെ പ്രത്യേകത കണ്ടത്? സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 4 പദങ്ങളാണെങ്കിൽ ആദ്യ പദത്തിന്റെയും അവസാന പദത്തിന്റെയും തുക നടുക്കുള്ള 2 പദങ്ങളുടെയും തുകയ്ക്ക് തുല്യമാണ്. ഇനി അത് ഉപയോഗിച്ചുകൊണ്ടുള്ള കണക്കുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ തുടങ്ങി. ഇന്ന് നമുക്ക് അത് തന്നെയാണ് നമ്മൾ വീണ്ടും ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യമായി നമ്മൾ ഇന്ന് കാണുന്നത് 7, 12, 17 എക്സെട്ര. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണ്. 7, 12, 17 എക്സെട്ര. ഇതൊരു സമാന്തര ശ്രേണിയാണ്. ആദ്യ പദം 7 ആണ്. പൊതുവ്യത്യാസം അവിടെ എത്രയാണ്? 5 നമ്മൾ കണ്ടു കഴിഞ്ഞ ചോദ്യം തന്നെയാണ്. 100 ഈ ശ്രേണിയിൽ ഒരു പദമാകുന്നു. ഈസ് 100 ടേം ഇൻ ദി സീക്വൻസ്. നമുക്ക് എങ്ങനെ നോക്കുക? ഒരു ശ്രേണിയിലെ പദമാണെങ്കിൽ ആ പദത്തിൽ നിന്ന് ആ ശ്രേണിയിലെ ഏതൊരു പദം കുറച്ചാലും അതിനെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം? അതിനെ നമുക്ക് ആ ശ്രേണിയുടെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കാൻ പറ്റണം. ഇവിടെ നമുക്ക് അങ്ങനെ സാധിക്കുന്നുണ്ടോ നോക്കാം. നമുക്ക് പരിശോധിക്കേണ്ട പദം 100 ആണ്. 100 മൈനസ് ആദ്യ പദമാണ് മാഷ് എടുക്കുന്നത്. ആദ്യ പദം എടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏത് പദം വേണമെങ്കിലും നമുക്ക് എടുക്കാം. 100 മൈനസ് 7 ഡിവൈഡഡ് ബൈ ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസമായ 5. 100 മൈനസ് 7 എത്രയാണ്? 93 ആണ്. 93നെ നമുക്ക് 5 കൊണ്ട് ഹരിക്കാൻ സാധിക്കില്ല, പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ 100 ആ ശ്രേണിയിലെ പദമല്ല. അതുമല്ലെങ്കിൽ നമ്മൾ വേറൊരു രീതി കണ്ടിരുന്നു. അതിന്റെ ബീജഗണിത വാചകം എഴുതുക. ആ ശ്രേണിയുടെ ബീജഗണിത വാചകം നമുക്ക് എഴുതാം. എന്താണ് വരിക? xn ഈക്വൽ ടു an പ്ലസ് ബി. എ എന്ന് പറയുന്നത് എന്തായിരുന്നു? പൊതുവ്യത്യാസവും ബി എന്ന് പറയുന്നത് എന്തായിരുന്നു? ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറച്ചു. നോക്കാം. പൊതുവ്യത്യാസം എന്താണ്? 5 ആണ്. ബി ഈക്വൽ ടു ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 2. therefore xn ഈക്വൽ ടു 5n പ്ലസ് 2. ഇതാണ് ഈ സീക്വൻസിന്റെ nth ടേം. ഈ nth ടേം ആണ് നമുക്ക് എന്തെന്ന് വിചാരിക്കാം? 100 എന്ന് വിചാരിക്കാം. therefore we have to substitute 5n plus 2 is equal to 100. We have to find the value of n. Here 5n equal to 100 minus 2, 98. Therefore n equal to 98 by 5. 98/5 നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കില്ല. നമുക്കൊരു പൂർണ്ണ സംഖ്യ കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ 7, 12, 17 എന്ന ശ്രേണിയിലെ ഒരു പദമല്ല 100. അപ്പോൾ നമ്മുടെ വ്യത്യസ്തമായ രീതികളിലൂടെ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കാണാം. മറ്റൊരു രീതി കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ xn ഈക്വൽ എന്താണ് നമുക്ക് കിട്ടിയത്? an പ്ലസ് ബി 5n പ്ലസ് 2 ആണ്. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 5n പ്ലസ് 2 ആണെങ്കിൽ ആ ശ്രേണിയിലെ ഏതൊരു പദത്തിനെയും 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശിഷ്ടം 2 കിട്ടും. ഇവിടെ നോക്കാം. 7 5 കൊണ്ട് ഹരിച്ചാൽ 5 ഒരു വട്ടം പോയി കഴിഞ്ഞാൽ ശിഷ്ടം 2. 12 5ന്റെ ഗുണിതമായ 10 കഴിഞ്ഞാൽ ശിഷ്ടം 2. എന്താണ് ഇപ്പോൾ നമ്മൾ പഠിച്ച പ്രത്യേകത? ബീജഗണിത രൂപം 5n പ്ലസ് 2 ആണെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി ഗെറ്റ് റിമൈൻഡർ 2. ആ ശ്രേണിയിലെ ഏതൊരു പദത്തിനും ഇത് ബാധകമായിരിക്കും. അതുകൊണ്ട് തന്നെ 100 ഈ ശ്രേണിയിൽ ഒരു പദമാകണമെങ്കിൽ അതിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ
5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 2, 10, 0, 0. റിമൈൻഡർ നമുക്ക് കിട്ടുന്നത് 0ആണ്. അതുകൊണ്ട് തന്നെ 100 ആ ശ്രേണിയിലെ പദമല്ല. ഇന്ന് നമ്മൾ ആദ്യം ചെയ്യുന്ന ചില ചോദ്യങ്ങളിൽ ഈ പ്രത്യേകതയാണ് നമ്മൾ ഉറപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്താണ്? ഒരു ശ്രേണിയുടെ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം xn = 5n + 2 ആണെങ്കിൽ നമുക്ക് ആ സീക്വൻസിലെ ഏതൊരു ടേമിനെയും 5 കൊണ്ട് ഹരിച്ചാൽ എന്ത് ശിഷ്ടം കിട്ടണം? 2 ശിഷ്ടം കിട്ടണം. If we divide any term of that sequence by 5, we get 2 as the remainder. നമുക്ക് കിട്ടേണ്ട റിമൈൻഡർ എന്തായിരിക്കണം? 2 ആയിരിക്കണം. അങ്ങനെ കിട്ടിയാൽ മാത്രമേ ഏതൊരു പദവും ആ ശ്രേണിയിലെ പദമായിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ സമാന്തര ശ്രേണിയിലെ പദം ആയിരിക്കില്ല. ഇത് ഉറപ്പിക്കാനുള്ള 2-3 ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. 5, 12, 19 എക്സെട്ര എന്ന ശ്രേണിയിലെ സമാന്തര ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 110? ഈ ശ്രേണിയിലെ പദമാണ് 110. അത് ആ ശ്രേണിയിലെ എത്രാമത്തെ പദമായിരിക്കും? നമുക്ക് കാണാൻ ശ്രമിക്കാം. ആദ്യം നമ്മൾ അതിന്റെ ബീജഗണിത രൂപം എഴുതണം. xn = an + b. a എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? പൊതുവ്യത്യാസം 7 ആണ്. 7n + b എന്ന് പറയുന്നത് എന്ത് വരും? ആദ്യ പദം മൈനസ് പൊതുവ്യത്യാസം b = 5 - 7 - 2 ആണ്. അപ്പോൾ ഇവിടെ 7n - 2 ആണ് നമ്മുടെ ചോദ്യത്തിന്റെ ബീജഗണിത രൂപം. ഇനി നമുക്ക് നോക്കേണ്ടത് 110 ആ ശ്രേണിയില് ഒരു പദമാണെന്ന് തന്നിരിക്കുന്നു. അത് എത്രാമത്തെ പദമാണെന്ന് കാണണം. വിച്ച് ടേം ഈസ് 110. നമുക്ക് എന്ത് കൊടുക്കാം? 7n - 2 = 110. Therefore 7n = 110 + 2, 112. Therefore n = 112/7 = 16. Therefore the number of terms is 16. Therefore 16th term is of this sequence is 110. അപ്പോൾ നമുക്ക് എത്രാമത്തെ പദമാണെന്ന് കാണുവാനും ഇതിന്റെ തുടർച്ചയായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സീക്വൻസ് കാണാം. 10, 16, 22 എക്സെട്ര സമാന്തര ശ്രേണിയാണ്. ആദ്യ പദം 10 ആണ്. പൊതുവ്യത്യാസം 6 നമ്മുടെ ചോദ്യം, ഈ ശ്രേണിയിലെ ഏത് 2 പദങ്ങളുടെയും തുക ആയിട്ട് കിട്ടുന്ന സംഖ്യ ഈ ശ്രേണിയിലെ പദമാകുമോ? നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് എന്താണ്? ഈ ശ്രേണിയിലെ ഏത് 2 പദങ്ങളുടെയും തുക ആ ശ്രേണിയിലെ പദമാകുമോ? നമുക്ക് എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഏതായിരിക്കും എക്സാമ്പിൾ എടുക്കുക? 10ഉം 16ഉം ആണെന്ന് കരുതുക. 10ഉം 16ഉം 20 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 26 ഈ ശ്രേണിയിൽ പദമാകുമോ? ഇല്ല. കാരണം 22-നോടുകൂടെ 6 കൂട്ടുമ്പോൾ 28 വരിക. 26 ഈ ശ്രേണിയിലെ പദമല്ല. പക്ഷെ മുൻപും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇതെങ്ങനെയാണ് ഉറപ്പിക്കേണ്ടത്? ആൽജിബ്രിക് ഫോം കൺസിഡർ ചെയ്യണം, അല്ലെ? അതിന്റെ ബീജഗണിത രൂപം നോക്കിയിട്ട് വേണം നമുക്കത് ജനറലൈസ് ചെയ്ത് പറയാം. ഇതിന്റെ ആൽജിബ്രിക് ഫോം നമുക്ക് കാണാം. നമ്മൾ എന്താണ് തെളിയിക്കാൻ പോകുന്ന ചോദ്യം ഓർമ്മയുണ്ടല്ലോ. ഈ ശ്രേണിയിലെ ഏത് 2 പദങ്ങളുടെയും തുക ഈ ശ്രേണിയിലെ പദമാകുമോ? സം ഓഫ് എനി 2 ടേംസ് ഓഫ് ദി സീക്വൻസ് ബി എ ടേം ഇൻ ദി സീക്വൻസ്. ഈ ശ്രേണിയിലെ ഏത് 2 പദങ്ങളുടെയും തുക ഈ ശ്രേണിയിലെ പദമാകുമോ? നമുക്ക് അതിന്റെ ബീജഗണിത രൂപം എഴുതാം. xn = an + b = a എത്രയാണ്? 6n + b എന്ത് വരും? 10 - 6 4 ആണ്. 6n + 4. അതേ സീക്വൻസിലെ മറ്റൊരു ടൈം നമുക്ക് കൺസിഡർ ചെയ്യാം. xm = നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾ കൊടുക്കാം. xm = എന്തായിരിക്കും? 6n + 4 ആണെങ്കിൽ mth ടൈം എന്തായിരിക്കും? 6m + 4. ഈ n പകരം നമുക്ക് m കൊടുക്കാം. ഈ 2 ടൈമുകളുടെയും സമ്മ് ഈ സീക്വൻസിലെ ടൈം ആണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവയുടെ സം എന്ത് വരും? xn + xm = 6n + 4 + 6m + 4. 6n + 6m + 8. നമുക്കൊന്ന് മാറ്റി എഴുതാം. 6n + 6m + 6 + 2. 6n + 6m + 6. അതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആൽജിബ്രിക് ഫോം നമുക്ക് ആദ്യം നോക്കാം. xn = എന്തായിരുന്നു?
6n+4 ആയിരിക്കും. എങ്കിൽ ആ സീക്വൻസിന്റെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞതാണ്. എന്തായിരിക്കും? ആ സീക്വൻസിലെ ഏതൊരു ടേമിനെയും നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടേണ്ട റിമൈൻഡർ എന്തായിരിക്കണം? 4 ആയിരിക്കും. ഈ സീക്വൻസിലെ ഏതൊരു ടേമിനെയും 6 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടേണ്ട ശിഷ്ടം 4 ആയിരിക്കും. ഇവിടെ നമുക്ക് 6n+6n+6നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ഇവിടെ എത്രയാണ്? 2 ആണ്. നമുക്ക് കിട്ടേണ്ട റിമൈൻഡർ എത്രയായിരിക്കണം? 4 ആയിരിക്കണം. ഇവിടെ കിട്ടുന്ന റിമൈൻഡർ 4 അല്ലാത്തത് കൊണ്ട് തന്നെ സം ഓഫ് എനി 2 ടൈംസ് ഓഫ് ദി സീക്വൻസ് ഈസ് നോട്ട് എ ടേം ഇൻ ദി സീക്വൻസ്. ആ സീക്വൻസിലെ ഏത് 2 ടേമുകളെയും തുക ആ സീക്വൻസിലെ പദമല്ല. ഒന്നുകൂടി നോക്കാം. ഈ സീക്വൻസിലെ ഏതെങ്കിലും 2 പദങ്ങളുടെ വ്യത്യാസം ആ ശ്രേണിയിൽ പദമാകുമോ? ഏതെങ്കിലും 2 പദങ്ങളുടെ ഡിഫറൻസ് നോക്കാം. xn - xm. xn - xm സീക്വന്റ് എന്ത് വരും? 6n+4 - 6m+4 സീക്വന്റ് 6n+4 - 6m -4 4n - 4 cancel സീക്വന്റ് 6 × n - m 6 × n - m. അവിടെ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്താണ്? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന റിമൈൻഡർ എത്രയാണ്? 0 ആണ്. അതുകൊണ്ട് തന്നെ ഡിഫറൻസ് ഓഫ് എനി 2 ടൈംസ് ഓഫ് ദാറ്റ് സീക്വൻസ് ഇസ് നോട്ട് എ ടേം ഇൻ ദാറ്റ് സീക്വൻസ്. അപ്പോൾ നമ്മൾ ഉറപ്പിക്കേണ്ടത് ഏത് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഉറപ്പിക്കുന്നത്? 6n+4 ആണെങ്കിൽ, ആൽജിബ്രിക് ഫോം 6n+4 ആണെങ്കിൽ ആ സീക്വൻസിലെ ഏതൊരു ടേമിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട റിമൈൻഡർ എത്രയായിരിക്കണം? 4 ആയിരിക്കും. 7, 11, 15 etc. 7, 11, 15 etc. സമാന്തര ശ്രേണിയാണ്. ആദ്യ പദം 7 ആണ്. പൊതുവ്യത്യാസം 4 ആണ്. ഈ ശ്രേണിയിലെ പദങ്ങളുടെ വർഗങ്ങളെല്ലാം ഈ ശ്രേണിയിലെ പദമാകും. നമ്മൾ എന്താണ് കാണിക്കേണ്ടത്? ഈ പദങ്ങളുടെ എല്ലാം വർഗങ്ങൾ സ്ക്വയർ ഓഫ് എനി ടേം ഓഫ് ദി സീക്വൻസ് ബി എ ടേം ഇൻ ദി സീക്വൻസ്. ഈ ശ്രേണിയിലെ ഏതൊരു പദത്തിന്റെയും വർഗം ഈ ശ്രേണിയിലെ പദമാകും. അതിൽ തന്നെ നമുക്ക് എക്സാമ്പിൾ എടുത്ത് നോക്കാം. 7ന്റെ സ്ക്വയർ എത്രയാണ്? 49 ആണ്. 49 നിന്നും 7 കുറച്ച് അതിനെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം? കോമൺ ഡിഫറൻസ് എത്രയാണ്? 4. സോറി, കോമൺ ഡിഫറൻസ് 4 ആണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 49 7 കുറച്ചു 42 ÷ 4 നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ 49 is not a term in that sequence, but we have to generalize it using algebraic form. എന്തായിരിക്കും അതിന്റെ algebraic form? xn = an + b. അതിന്റെ algebraic form നമുക്ക് എഴുതാം. ഇവിടെ കോമൺ ഡിഫറൻസ് 5 ആണ്. സോറി 4 ആണ്. Therefore 4n + b. 7 - 4 3 ആണ്. Therefore we get the algebraic form of that sequence is 4n + 3. What's its square? We have to find the square of any term in that sequence. Therefore we have to consider the square of its algebraic form. xn square is equal to എന്ത് വരും? 4n + 3 whole square is equal to 16n square + 24n + 9. നമുക്ക് നോക്കേണ്ടത് ഇത് ഈ സീക്വൻസിലെ ഒരു ടേം ആകുമെന്നാണ്. നമ്മൾ ഇതിനു മുമ്പ് ഇതേ ചോദ്യം കൺസിഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു. ഈ സീക്വൻസിലെ ടേം ആണെങ്കിൽ ഇതിൽ നിന്നും ഇതിലെ ഏത് ടേം കുറച്ചതിനെയും നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം? കോമൺ ഡിഫറൻസോട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. പക്ഷെ ഇന്ന് നമ്മൾ വീണ്ടും പറഞ്ഞ ആ തത്വത്തിലേക്ക് ഇതിന്റെ ഉപയോഗം മാറ്റുകയാണ്. അതും കൂടി നിങ്ങൾക്ക് ഉറയ്ക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് 16n² + 24n + 9 ഈ ഒരു സീക്വൻസിന്റെ ആൽജിബ്രിക് ഫോം 4n + 3 ആയതുകൊണ്ട് ആ സീക്വൻസിലെ ഏതൊരു ടേമിനെയും നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട റിമൈൻഡർ എത്രയായിരിക്കണം? 3 ആയിരിക്കണം. ഇവിടെ നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. 16n² + 24n + 8 + 1. ഇവിടെ ഇതിനെ നമുക്ക് എല്ലാ ടേമുകളെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. This is a multiple of 4 or this can be divided by 4. Then we get the remainder 1. നമുക്ക് കിട്ടേണ്ട റിമൈൻഡർ എത്രയായിരുന്നു? 3 ആയിരുന്നു. പക്ഷേ നമുക്ക് ഇവിടെ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 1 ആണ്.
ഇതൊരു മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ എഴുതാം ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 4. മൾട്ടിപ്പിൾ ഓഫ് 4 പ്ലസ് 1. ഇതിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷെ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്താണ്? 1 ആണ്. അതുകൊണ്ട് തന്നെ ഈ സീക്വൻസിലെ ഏതൊരു പദത്തിന്റെയും വർഗം ഈ സീക്വൻസിലെ പദമാകില്ല. ഇനി നമുക്ക് പദങ്ങളും പൊതുവ്യത്യാസങ്ങളും എല്ലാം ഭിന്നസംഖ്യകളാകുന്ന ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, ആദ്യ പദം 1/3, ആദ്യ പദം 1/3 പൊതുവ്യത്യാസം 1/6 സമാന്തര ശ്രേണിയിലെ എല്ലാ എണ്ണൽ സംഖ്യകളും ഉൾപ്പെടും എന്ന് നമുക്ക് കാണിക്കും. ചോദ്യം എന്താണ്? ഫസ്റ്റ് ടേം ഈസ് 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 1/6 contains all counting numbers. ആദ്യ പദം 1/3 പൊതുവ്യത്യാസം 1/6 ശ്രേണിയിൽ എല്ലാ എണ്ണൽ സംഖ്യകളും ഉൾപ്പെടും നമുക്ക് കാണിക്കണം. നമ്മൾ നോക്കേണ്ടത് അതിന്റെ ബീജഗണിത രൂപം എഴുതാം. xn is equal to an plus b. കോമൺ ഡിഫറൻസ് എത്രയാണ്? 1/6 ആണ്. 1/6 n plus b. b കാണണം. b is equal to ഫസ്റ്റ് ഡേ മൈനസ് കോമൺ ഡിഫറൻസ് ആണ്. 1/3 നമുക്ക് 2/6 എന്ന് എഴുതാം. 2/6 മൈനസ് 1/6 is equal to 1/6. therefore 1/6 n plus b എന്ന് പറയുന്നത് 1/6 ആണ്. is equal to n plus 1/6. xn n plus 1/6 ആയതുകൊണ്ട് n plus 1 6, 12, 18 എന്നിങ്ങനെയെല്ലാം വരുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 6/6 1 ആണ്. 12/6 2 ആണ്. 18/6 3 ആണ്. നമുക്ക് എണ്ണൽ സംഖ്യകൾ കിട്ടും. നമുക്കപ്പോൾ n plus 1 എന്തായാലും മതി? 6 ആയാലും മതി, 12 ആയാലും മതി, 18 ആയാലും മതി. അപ്പോഴൊക്കെ നമുക്ക് എന്ത് ലഭിക്കും? ഈ സീക്വൻസിൽ നിന്നും എണ്ണൽ സംഖ്യകൾ ലഭിക്കും. അത് കിട്ടണമെങ്കിൽ അപ്പൊ എന്നിന്റെ വില എന്ത് കൊടുത്താൽ മതി? ആ സീക്വൻസിലെ 5th ടൈം കണ്ടാൽ മതി, ആ സീക്വൻസിലെ 11th ടൈം കണ്ടാൽ മതി, ആ സീക്വൻസിലെ 17th ടൈം കണ്ടാൽ മതി. ഈ ടേബിൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുക 1, 2, 3 എന്നിങ്ങനെയുള്ള എണ്ണൽ സംഖ്യകളായിരിക്കും. എന്ന് പറഞ്ഞാൽ എല്ലാ എണ്ണൽ സംഖ്യകളും തന്നെ ഈ സീക്വൻസിലെ അംഗങ്ങളാണ്, ടേംസ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. പദം 1/3 തന്നെ, ആദ്യ പദം 1/3 തന്നെ, പൊതുവ്യത്യാസം 2/3. ഫസ്റ്റ് ടൈം ഓഫ് എ സീക്വൻസ് ഈസ് 1/3, കോമൺ ഡിഫറൻസ് ഈസ് 2/3. നമുക്ക് കാണിക്കേണ്ടത് ഈ സീക്വൻസിൽ എല്ലാ ഒറ്റ സംഖ്യകളും ഉൾപ്പെടുമെന്ന് കാണിക്കും. നമുക്ക് കാണിക്കേണ്ടത് എന്താ? ഈ സീക്വൻസിലെല്ലാം ഒറ്റ സംഖ്യകളും ടേംസ് ആണെന്ന് കാണിക്കണം. ഇരട്ട സംഖ്യകൾ അതിന്റെ ടേംസ് അല്ല എന്നും കാണിക്കണം. നമുക്ക് നോക്കാം. ഇതിന്റെ ആൽജിബ്രിക് ഫോം എഴുതാം. xn is equal to an plus b ആണ്. നമുക്ക് തന്നിട്ടുള്ളത് ഫസ്റ്റ് ടേം ആണ് 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് ആണ് 2/3. therefore we have to write the algebraic expression for that sequence is 2/3n plus b. What is b? b is equal to first term minus common difference is equal to minus 1/3. Minus 1/3. Therefore 2n minus 1/3 is the algebraic form of that sequence. ആ സീക്വൻസിന്റെ algebraic form നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നു? xn is equal to 2n minus 1/3. 2n minus 1 നമുക്കറിയാം 1, 3, 5 etc. എന്നിങ്ങനെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ ആൽജിബ്രിക് ഫോം ആണ്. അപ്പൊ ഒരു ഓഡ് നമ്പറിനെ 3 യോട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എണ്ണൽ സംഖ്യയാണെങ്കിൽ എന്തായിരിക്കും? നിർബന്ധമായും അതൊരു ഒറ്റ സംഖ്യയായിരിക്കും. 2n minus 1 ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് തന്നെ ഒരു ഓഡ് നമ്പറിനെ 3 യോട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുക അത് എണ്ണൽ സംഖ്യയാണെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി എ ഓഡ്. അതൊരു ഓഡ് സംഖ്യയായിരിക്കും. അപ്പോൾ ഈ സീക്വൻസിലെ എല്ലാ സംഖ്യകളും തന്നെ എന്തായിരിക്കും? ഒറ്റ സംഖ്യകളായിരിക്കും. നമുക്ക് നോക്കാം. 2n minus 1 n-നെ 2 കൊടുക്കുമ്പോൾ n-ന് 2 കൊടുക്കുമ്പോൾ എന്ത് വരും? 2 into 2 4 minus 1/3 1 അതിലൊരു ടേമാണെന്ന് കിട്ടി. n-നെ 5 കൊടുക്കുമ്പോൾ n-ന് 5 കൊടുക്കുമ്പോൾ 2 into 5 10 minus 1 9/3 എന്താണ്? 3 ആണ് കിട്ടി.
ഇതുപോലെ നമുക്ക് ആ സീക്വൻസിലെ ടേമുകൾ എഴുതാം. 1 3 കിട്ടി കഴിഞ്ഞാൽ അടുത്ത ടേം, അടുത്ത എണ്ണൽ സംഖ്യയായ ഓഡ് നമ്പർ ആയിട്ടുള്ള 5 കിട്ടും. 5 കിട്ടണമെങ്കിൽ എന്നിനെ എന്ത് കൊടുക്കണം? n സീക്വൽ ടു ആലോചിച്ചിട്ട് പറയും 2 into 8 വരണം. 2 into 8 16 minus 1 15/3 എന്ന് കിട്ടും, 5 കിട്ടും. അപ്പോൾ ഈ സീക്വൻസിലെ സെക്കൻഡ് ഡേയും ഫിഫ്ത് ഡേയും എയ്ത്ത് ഡേയും എല്ലാം ആയി നമുക്ക് ലഭിക്കുക 1 3 5 എക്സെട്ര എന്നിങ്ങനെയുള്ള ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. ഇതിൽ നമുക്ക് ഏത് സംഖ്യ ഉണ്ടായിരിക്കുകയില്ല? ഈവൻ നമ്പേഴ്സ് ഉണ്ടായിരിക്കുകയില്ല. അടുത്ത ചോദ്യം നോക്കാം. 11/8 14/8 17/8 എക്സെട്ര. ഈ അടുത്ത സീക്വൻസിലെ പൂർണ്ണസംഖ്യകളായിട്ടുള്ള പദങ്ങൾ എഴുതാം. റൈറ്റ് ദി കൗണ്ടിംഗ് നമ്പേഴ്സ് ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിലെ ടേംസ് ആയി വരുന്ന കൗണ്ടിംഗ് നമ്പേഴ്സ് നമുക്ക് എഴുതാം. നോക്കാം. നമുക്ക് എന്ത് എഴുതണം? അതിന്റെ ആൾജിബ്രിക് ഫോം എഴുതാം. xn സീക്വൽ ടു an പ്ലസ് ബി ആണ്, സീക്വൽ ടു an. എത്രയാണ് ഇതിന്റെ പൊതുവ്യത്യാസം വരിക? പൊതുവ്യത്യാസം 14/8 മൈനസ് 11/8 3/8 ആണ്. Therefore 3/8n plus b. b is equal to first term minus common difference is equal to 8/8. അപ്പൊ നമുക്ക് xn കിട്ടിയിരിക്കുന്നു. ഒന്നുകൂടി മാറ്റി എഴുതാം. 3n plus 8/8. നമുക്ക് വേണ്ടത് ഈ സീക്വൻസിലെ എണ്ണൽ സംഖ്യകളാണ്. ഈ സീക്വൻസിലെ ടൈംസ് ആയിട്ട് വരുന്ന എണ്ണൽ സംഖ്യകളാണ്. ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എണ്ണൽ സംഖ്യ കിട്ടണമെങ്കിൽ ഈ എണ്ണിന്റെ സ്ഥാനത്ത് നമുക്ക് വരേണ്ടത് 8ന്റെ ഗുണിതങ്ങളായ 8 16 24 എക്സെട്ര എന്നിങ്ങനെയുള്ള സംഖ്യകളാണ്. അതായത് ഈ സീക്വൻസിലെ 8th ടൈം 16th ടൈം 24th ടൈം ഒക്കെ വരുമ്പോഴാണ് ഈ സീക്വൻസിൽ നിന്ന് നമുക്ക് എണ്ണൽ സംഖ്യകൾ ലഭിക്കുക. നോക്കാം. ഇവിടെ n വരുന്നത് എന്ത് വരണം? 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. പ്ലസ് 8/8. നമുക്ക് എല്ലാ ടൈമിലും 8 ഡിവിഷൻ ചെയ്ത് കളയാം. നമുക്ക് എന്ത് വരും? 3n പ്ലസ് 1. അപ്പോൾ ഈ സീക്വൻസിലെ എണ്ണൽ സംഖ്യകളായിട്ട് വരുന്ന പദങ്ങൾ ഏത് പൊസിഷനിലെ പദങ്ങളായിരിക്കും? 8th പൊസിഷൻ, 16th പൊസിഷൻ, 24th പൊസിഷൻ. ആ പദങ്ങൾ ഏതൊക്കെയായിരിക്കും? 3 into 1 plus 1 4, 3 into 2 plus 1 6 plus 1 7, next time 3 into 3 plus 1 10 etc. ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ? യെസ്, ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ആദ്യ പദം 4, പൊതു വ്യത്യാസം 3 നോക്കാം. 17/7 20/7 23/7 ഈ സീക്വൻസിൽ എണ്ണൽ സംഖ്യകൾ ഉണ്ടാകുന്നു. ഓൾ നമ്പേഴ്സ് ഈ സീക്വൻസിലെ ടേംസ് ആയിട്ട് വരുമോ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. നമുക്കതിന്റെ ആൾജിബ്രിക് ഫോം എഴുതാം. xn സീക്വൽ ടു എന്താണ്? an പ്ലസ് ബി സീക്വൽ ടു a എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. 3/7 n പ്ലസ് b. b സീക്വൽ ടു 17/7 മൈനസ് 3/7 എത്രയാണ് വരിക? 14/7. 14/7 സീക്വൽ ടു 3n plus 14/7. ഇവിടെ ഈ സീക്വൻസിൽ എണ്ണൽ സംഖ്യകൾ പദങ്ങളാകണമെങ്കിൽ നമുക്ക് ഇതിനെ 7 കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റണം. 7 കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റണമെങ്കിൽ 14നെ ഹരിക്കാം. ഇവിടെ എന്നിന് നമ്മൾ കൊടുക്കുന്ന വിലകൾ 7ന്റെ ഗുണിതങ്ങളായിരിക്കും. 7ന്റെ ഗുണിതങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? 3 into 7n plus 14/7 സീക്വൽ ടു എല്ലാ ടൈമിലും 7 കട്ട് ചെയ്ത് കളയാം. ഇതിനെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3n plus 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിലെ എണ്ണൽ സംഖ്യകളായിട്ട് വരുന്ന പദങ്ങൾ ഏത് ടേമുകളായിരിക്കും? എത്രാം പദങ്ങളായിരിക്കും? എത്രാം പദങ്ങളായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ന്റെ ഗുണിതങ്ങളായ 7 14 21 ഈ ടേമുകളിൽ വരുന്ന 7th ടൈം 14th ടൈം 21th ടൈം ആയിട്ട് വരുന്ന പദങ്ങളാണ് നമുക്ക് എണ്ണൽ സംഖ്യകളായി കിട്ടുക. ആ പദങ്ങൾ ഏതൊക്കെയായിരിക്കും? എന്നിട്ട് 1 കൊടുത്തതിനാൽ 3 into 1 plus 2 ആദ്യത്തെ എണ്ണൽ സംഖ്യയായിട്ട് വരുന്ന പദം 5 ആയിരിക്കും. അടുത്ത 3 into 2 6 plus 2 8 ആയിരിക്കും.
അടുത്ത പദം 3 × 3 9 + 2 11 എക്സെട്ര. ഇതൊരു സമാന്തര ശ്രേണിയാണോ? അത് സമാന്തര ശ്രേണിയാണ്. ആദ്യ പദം 5 പൊതുവ്യത്യാസം എത്രയാണ്? 3 ആണ്. മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. 17/7 31/7 45/7 ഈ സംഖ്യാശ്രേണിയിൽ അരിത്മെറ്റിക് സീക്വൻസിൽ എണ്ണൽ സംഖ്യകൾ ഉണ്ടാകുമോ? ആൽജിബ്രിക് ഫോം തന്നെ നോക്കണം. xn = an + b. എന്തായിരിക്കും ഇതിന്റെ ആൽജിബ്രിക് ഫോം വരിക? 14n / 7n + b എന്ന് വരും 3/7 = 2n + 3/7. നമുക്കറിയാം 2n എന്താണ്? നിശ്ചിതമായി തന്നെ ഒരു എണ്ണൽ സംഖ്യയായിരിക്കും. 2n എന്ന് പറയുന്നത് നിശ്ചിതമായി തന്നെ എന്തായിരിക്കും? ഒരു എണ്ണൽ സംഖ്യയായിരിക്കും. ഒരു എണ്ണൽ സംഖ്യയോട് 3/7 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്തായാലും കിട്ടുകയില്ല, ഒരു എണ്ണൽ സംഖ്യ കിട്ടുകയില്ല. അതെന്തായിരിക്കും? ഒരു ഭിന്നസംഖ്യയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സീക്വൻസിൽ ഒറ്റ എണ്ണൽ സംഖ്യയും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത് ആൽജിബ്രിക് ഫോമിന്റെ പ്രത്യേകതകളും പിന്നീട് പദങ്ങൾ ഫ്രാക്ഷനായിട്ട് വരുന്ന ചോദ്യങ്ങളുമാണ്. ഇതിന്റെ തുടർച്ചയായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.